hello, welcome to another brand new episode of Miller Gold and Diamonds Presents Correct You with Serena, powered by World Brands. Welcoming a very versatile actor, Sanju Shivaram to the show. Welcome, Cheta. Thank you. How are you doing? I'm super good. എന്താണ് ഭയങ്കര സ്റ്റൈലായിട്ടാണല്ലോ വന്നേക്കുന്നതെന്ന്. ഇല്ല ഇതാണ് സ്റ്റൈലാണോ? നല്ല കിടല ലുക്കായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ട്രഡീഷനും ചേട്ടൻ ഭയങ്കര സ്റ്റൈലും. ഞാൻ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കല്യാണത്തിന് വന്ന പോലെ ഞാൻ ഈശ്വര എന്നിട്ട് ഞാൻ വന്നിട്ട് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കിടല ലുക്കായിട്ടുണ്ട്. താങ്ക് യു. ഒരു ഫേവറേറ്റ് ഷർട്ട് അതുകൊണ്ടാണ്. അതാണ് ഒരു ലക്കി ഷോട്ട് വല്ലതും ആണോ? അല്ല, ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. It looks very nice. Thank you. ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ എ ബ്യൂട്ടിഫുൾ സക്സസ് ഓഫ് 1000 babies. താങ്ക് യു. സോ പ്രൗഡ് ഓഫ് യു. ഞാൻ ആക്ച്വലി പറയായിരുന്നു 1 year ago നമ്മൾ CCL മീറ്റ് ചെയ്തു. അപ്പം മാച്ച് കഴിഞ്ഞ പാടെ 1000 babies അല്ല, വേറൊരു സെറ്റിലേക്ക് ഓടുകയായിരുന്നു. പിന്നെ പറഞ്ഞു 6 to 6 ഷൂട്ടാണ്, നൈറ്റ് ഷൂട്ടാണ്, ഭയങ്കര ഹെക്റ്റിക് ആണ്. സോ ഹൗ ആർ യു കീപ്പിംഗ് അപ്പ്? ഈ ഒരു റെക്കഗ്നിഷൻ ഹൗ ഡു യു ഫീൽ? ഇത് ഇപ്പോഴായിരുന്നോ വരേണ്ടത്? കുറച്ച് നാൾ മുന്നേ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഡിസേർവ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? എപ്പോഴോ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു സമയത്തും കാര്യത്തിലാണല്ലോ അതിനൊരു ദാറ്റ്സ് എ ജേർണി. അപ്പോൾ ഞാൻ സക്സസിനേക്കാളും ഐ റാദർ ബിലീവ് ഇൻ ദാറ്റ് പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് ഇറ്റ് ടുക്ക് അറൗണ്ട് 10 to 12 years. അപ്പോൾ അതിന് പീരിയോഡിക്കലായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ആൻഡ് അതൊരു നല്ലൊരു എമൗണ്ട് ഇപ്പോൾ വന്നപ്പോൾ റെഡീമായി എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. റെക്കഗ്നീഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും ഡസൻ മേക്ക് അസ് ഹാപ്പിയർ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പ്രോസസ്സ് നമ്മൾ കുറേ കൂടി എൻജോയ് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെ 1000 babies സംഭവിച്ചു. അത് നല്ല റിസൾട്ടാണ്. ഒത്തിരി ആൾക്കാർ അതിനെപ്പറ്റി പറയും. എനിക്കൊന്ന് ഇതുവരെ ചെയ്ത സിനിമകളെയൊക്കെ കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സാധനമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു 4 ഡിഫറെൻ്റ് ഇതാണ്. അപ്പം അങ്ങനെ 4 വ്യത്യസ്ത തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആസ് എ ഹോൾ നമ്മൾ സിനിമ എന്ന രീതി അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ലുക്സ് വെരി വെരി ഡിഫറെൻറ്റ്. പക്ഷേ അതിനെ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ അത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്തത്. കാരണം ഓരോ സമയം ഞാൻ ഓരോ ക്യാരക്ടറിന് ഷൂട്ട് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ചിങ് ഒരു സമയമുണ്ട്. ആൻഡ് വെൻ ഐ വാസ് ഷൂട്ടിംഗ് ഫോർ എ പെർട്ടിക്കുലർ പോർഷൻ ഞാൻ അന്നേരം അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഫോക്കസ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഈ 4 ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു ബേസിക് ആളുടെ ചില ട്രേറ്റ്സ് മാത്രം ഒരു സാധനം മാത്രം തിൻ ലൈൻ മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ, ബാക്കി വേറെയാണ്. സോ ഇറ്റ് വാസ് ഈസി ബീങ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാൻ ഈ ഒരു 10 to 12 yearsൻ്റെ കണക്ക് പറഞ്ഞപ്പോഴാണ് ഡെഫിനറ്റ്ലി അതിന് മുന്നിലത്തെ ഒരു ലൈഫിൽ ഞാൻ കണ്ടു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, കോർപ്പറേറ്റ് ജീവിതം ജീവിച്ച ഒരാളാണ് അല്ലേ, ഒരു 9 to 5 ലൈഫ് വന്ന ഒരാളാണ്. ഹൗ ഡിഡ് യു എൻറ്റർ ഏർലി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ? അത് ടോട്ടലി ഡിഫറെൻറ്റ് വേറൊരു ലൈഫായിരുന്നു. കാരണം ഞാൻ അന്നേരം സിനിമ എനിക്ക് സ്വപ്നത്തിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല ഇതിങ്ങനെ എത്തുമെന്ന്. പക്ഷേ നമ്മുടെ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ക്രിബ്യൂ ലൈക്ക് നമുക്ക് എങ്ങനെ വന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ എന്ത് ചെയ്താലും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കോർപ്പറേറ്റ് ലൈഫ് എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നു, എനിക്ക് സക്സസ് ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളെ ഇങ്ങനെ അത് ഇതല്ല ചെയ്യേണ്ടത് നമുക്കപ്പോൾ എന്ന് വെച്ചാൽ ഒന്നിലും നമുക്ക് ഒരു സന്തോഷം കിട്ടില്ല. അപ്പം എനിക്ക് ഇവിടെ എത്തണമായിരുന്നു. സോ ഐ വാസ് വെരി ഡെസ്പെറേറ്റ്. അതാണ് എൻ്റെ ഫ്യൂലും. നമ്മളെ ഒരാളെ എനിക്ക് മനസ്സിലായിട്ട് സാധനം നമ്മൾ എത്രത്തോളം ഡെസ്പെറേറ്റ് ആണോ അത്രത്തോളം നമ്മളതിലേക്ക് എത്താനുള്ള ഒരു ഇത് തോന്നും. നമ്മൾ മറ്റുള്ളത് കാണുമ്പോൾ, ഒരു സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അത് എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ എവിടെയോ കണ്ടൊരു സംഭവമാണ്, അതായത് ഈ അസൂയ തോന്നുക എന്ന് പറയുന്നൊരു നല്ല ക്വാളിറ്റിയാണെന്നും. അപ്പോൾ നമുക്ക് അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽ ഗേറ്റ്സിനോട് അസൂയ തോന്നില്ല ആൾക്കാർക്ക്, തോന്നില്ല നമുക്ക്. അല്ലെങ്കിൽ അതുപോലെ ഇപ്പം അംബാനിയോട് നമുക്ക് അസൂയ തോന്നില്ല. പക്ഷേ നമുക്ക് ചില ആൾക്കാരോട് നമുക്ക് അസൂയ തോന്നും, ബിക്കോസ് വി നോ ദാറ്റ് വി ക്യാൻ ബിക്കം ദാറ്റ്. അപ്പോൾ നമുക്കത് ആവണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയാണെന്ന് ഞാനിങ്ങനെ എവിടെയോ കണ്ടു. അപ്പം നമുക്ക് അന്ന് ആ സിനിമകളൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്കും അഭിനയിക്കണമല്ലോ, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ ആ ഡെസ്പിറേഷനും ഒക്കെ ഇതിന് ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ദാറ്റ് വർക്ക്ഡ് ഔട്ട്. അങ്ങനെ കുറേ നാളത്തെ ഒരു പ്രോസസ്സുണ്ട് അതിന്, കുറേ നാളത്തെ ഫ്രസ്ട്രേഷനുണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും ചിലപ്പോൾ. ഞാൻ അന്നേരം ജോലി വിടാനുള്ള ബട്ട് ഐ കുഡൻറ്റ്. ആ സമയത്ത് നമ്മൾ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊന്നും വെച്ച് പറ്റില്ല. ഹാഡ് ലോൺസ്, അപ്പോൾ അതൊന്നും കൊണ്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ അന്നത്തെ ജോലി റിസൈൻ ചെയ്തു. ഞാൻ ഐ ടുക്ക് അപ്പ് സം അതർ ജോബ്. അത് എന്നെ ആ സമയത്ത് ഞാൻ ഡ്രോ ചെയ്ത സാലറിയേക്കാളും കുറഞ്ഞ സാലറിക്കാണ് ഞാൻ വരുന്നത്. ബിക്കോസ് ഐ വോണ്ടഡ് ടു ബി ഇൻ കൊച്ചിൻ ആൻഡ് ഐ വോണ്ടഡ് ടു ബി ഇൻ മാർക്കറ്റിംഗ്. അതായത് എനിക്ക് ഓഫീസിലിരിക്കുന്ന
ഞാൻ പഠിച്ചത് ഫിനാൻസാണ്, പക്ഷേ ഐ ടുക്ക് അപ്പ് മാർക്കറ്റിംഗ് ജോബിൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് പുറത്ത് പോകാം, എനിക്ക് ഫുൾ ടൈം അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് വരാനും ഞാൻ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തു. അതൊക്കെ എൻ്റെ ഒരു ഞാൻ എടുത്ത റിസ്ക്കുകൾ അത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് സംഭവിച്ചു, ആൻഡ് പടിപടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സംഭവിച്ചു. ആൻഡ് എനിക്കൊന്ന് ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഐ റിസൈൻഡ്. ഫസ്റ്റ് സിനിമ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ ആ സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വലിയ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമായിരുന്നു. അതുവരെയുള്ള കഷ്ടപ്പാടൊക്കെ തീർന്നു. പിന്നെ മാസാമാസം ശമ്പളം വരില്ല. പിന്നെ അങ്ങനെ കഷ്ടപ്പാട് ഇങ്ങനെ നീണ്ടു ഞാൻ ഒരു 10-13 വർഷമായി ഇങ്ങനെ പോകുന്നു. ആദ്യം ഈ ഡിസിഷൻ എടുത്തപ്പോൾ വീട്ടുകാരെന്താ പറഞ്ഞത്? അതുപോലെ സ്കെപ്റ്റിക്കൽ അതോ ഭയങ്കര സപ്പോർട്ടായിരുന്നോ? ഭയങ്കര സപ്പോർട്ടൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചു, അപ്പോൾ എന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര എന്നോടുള്ളൊരു ഇമ്പ്രഷൻ തന്നെ ഞാൻ നന്നായി പഠിച്ചു, ജോലിയൊക്കെ വാങ്ങിച്ചു, നല്ല നല്ല അവസ്ഥയിലേക്ക് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നാണ് ഞാനത് പൊട്ടിച്ചെറിഞ്ഞ് ഇതിലേക്ക് വരുന്നത്. അപ്പം പക്ഷേ ആരും എന്നെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു എനിക്കിത് ചെയ്യണം. പക്ഷേ എൻ്റെ ഇൻലോസിനെ മാത്രമേ ഞാൻ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുള്ളൂ. കാരണം അത് കുറച്ച് അവരൊന്ന് കൺവിൻസ് ചെയ്യണമല്ലോ, അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ എവിടെ നിന്നും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ഡിസിഷൻസ് എടുത്തത് ഞാൻ തന്നെയായിരുന്നു എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ലൈഫ്, എൻ്റെ എല്ലാ ഒട്ടുമിക്ക ഡിസിഷൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരും അങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് എന്നാലും അവർക്കുള്ളിലുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ട്രഗിൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്തോറും പല പല ഹിക്കപ്സ് വരുമ്പോഴും പലരും ബന്ധുക്കളും പലരുമായിട്ടൊക്കെ റിമൈൻഡ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഈ ഒരു സാധനം ജോലിയില്ല, എന്തിനാത് കളഞ്ഞത്, അത് വേണമായിരുന്നു. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തിരിച്ച് ജോലിക്ക്? പിന്നെ ഒത്തിരി തവണ ആലോചിച്ചിട്ടുണ്ട്. കയറണമെന്നല്ല, കയറാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഇപ്പം പുറത്ത് എബ്രോഡ് പോവാം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പലയിടത്തും പല പല കമ്പനികളിൽ നല്ല നല്ല പൊസിഷൻസിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയും നമുക്ക് അവിടേക്ക് പോവാം, അല്ലെങ്കിൽ ദുബൈയിൽ നോക്കാം, അല്ലെങ്കിൽ മറ്റേട് നോക്കാം, ഇവിടെ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് ഇതിനകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരാളായിട്ട് എക്കാലവും ജീവിക്കേണ്ടി വരും. ഒരു സമാധാനം, ഒരു സന്തോഷമില്ലാതെ. കാരണം അങ്ങനത്തെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്കിതാണ്, പക്ഷേ നടന്നില്ല ആ സമയം, അന്നത്തെ പ്രഷർ കാരണം എന്ന് പറയുന്ന ഒരു ആളായി മാറാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ, അല്ലാതെ അതിൻ്റെ എന്തുകൊണ്ടെന്നല്ല. സിനിമയിലേക്ക് ഞാൻ നിൽക്കുന്ന സിനിമയുടെ ഒരു ഗ്ലോറിഫൈഡ് സൈഡ് ഉണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. അതായത് ഇപ്പം യു വിൽ മേക്ക് ഹെൽ ലോട്ട് ഓഫ് മണി, ഭയങ്കരമായിട്ടുള്ള ഫെയിം, പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് റെക്കഗ്നീഷൻ, അത് മാത്രമല്ല, നമ്മൾ അത് മാത്രം കണ്ടുകൊണ്ട് വരുമ്പോഴാണ് നമ്മൾക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അത് ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ബൈ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. ബൈ പ്രോഡക്ട്സ് ഡെഫിനറ്റ്ലി വരണം, പൈസ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ഫെയിം നമുക്ക് വരണം, ഇതെല്ലാം അതിൻ്റെ അതിൻ്റെ റിസൾട്ടാണ്. പക്ഷേ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ബിലീവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻച്വലി അതർ തിങ്സ് വിൽ ഹാപ്പൻ. അപ്പോൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്തപ്പോഴത്തേക്കിന് സെറ്റ് ബാക്സ് എന്തായാലും കാണുമല്ലോ, ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനീഷ്യൽ സ്റ്റേജസ്? സാക്രിഫൈസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ നിൽക്കുന്നവരുടെ എപ്പോഴും ഉള്ളൊരു കൂട്ടുകാരനാണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ആൾ. അപ്പം വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്, നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ആൻഡ് യു ഹാവ് ടു മാനേജ് യുവർ ഫണ്ട്സ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഒരു പ്രോസസ്സാണ്. ഡെഫിനറ്റ്ലി. അപ്പം അതിന് നമുക്ക് ചിലപ്പോൾ പിന്നെ ഒരു എങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമ, ഇപ്പം ഞാൻ ഒരുപാട് സിനിമകൾ ആ സമയത്ത് നമ്മൾ നോ പറഞ്ഞു ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ആഗ്രഹം വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ കൂടുതൽ ചിലപ്പോൾ നമ്മളെ മോശം സിനിമകൾ, നമ്മുടെ സിനിമകൾ വർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടാലോ. കാരണം എപ്പോഴും മോശം സിനിമകളിൽ വരുന്ന ഒരാളെ ചിലപ്പോൾ ഒരു നല്ല സിനിമകളിലേക്ക് ആൾക്കാർക്ക് വിളിക്കാൻ കുറച്ച് മടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് പല കാരണത്താൽ സിനിമകൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. നമ്മളത് സാക്രിഫൈസ് ചെയ്തത് ഈസ് ഫോർ സംതിങ് ഗുഡ്.
അപ്പോൾ ആ സംതിങ് ഗുഡിന് വേണ്ടി നമ്മൾ അത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഗുഡ് തിങ്സ് ആർ വെരി സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഫൈനാൻഷ്യലി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ആ പ്രോസസ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൽ കൂടി കടന്നു പോകുമ്പോഴേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യുവർ ബാങ്ക് ബാലൻസ് വിൽ ഗോ ടു ഡെസിമൽസ്. അപ്പോഴാണ് നമ്മൾ ഈ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് മനസ്സിലാവുക. എന്തോ അതിൽ നിന്നും അവർ പിന്നീട് മറ്റേ ചാർജസ് കൊണ്ട് പലതും കട്ട് ചെയ്യും. സീറോയിൽ നിന്ന് അവർ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള സ്റ്റേജസ് നമ്മളിങ്ങനെ കടന്നു പോകണം. ആൻഡ് ഈ എല്ലാ പ്രായക്കാർക്കും എല്ലാ കാലത്തിലും നമുക്ക് ദാരിദ്ര്യം പറയാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ പണ്ട് നമ്മളോട് പാരൻസൊക്കെ പറയും, ഞങ്ങൾ ഇത്ര കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചു, ഞങ്ങൾക്ക് യൂണിഫോം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പുസ്തകം ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയും. നമുക്ക് പറയാം നമ്മുടെ കുറേ ദാരിദ്ര്യം വേണമല്ലോ. അപ്പോൾ അതൊക്കെ സംഭവിച്ചു എന്ന് ഞാനും കാണുന്നുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പം ആരായിരുന്നു ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിന്നത് വീട്ടിൽ നിന്ന്? ഡെഫിനറ്റ്ലി ഫാമിലി. വൈഫ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൻഡ് ഈവൻ ഞാൻ അങ്ങോട്ടും അതെ, വൈഫ് മ്യൂസിക്കാണ്. അപ്പം വൈഫും ഇടയ്ക്ക് ഞാൻ വേറെ എന്തെങ്കിലും, വൈഫ് ഹിന്ദുസ്ഥാനി സിംഗറാണ്. അപ്പോൾ അവളും ഈ പറയുന്ന പോലെ ഞാൻ ജോലി ചെയ്യാം, ടീച്ചിങ് ചെയ്യാം. ഞാനപ്പോൾ പുള്ളിക്കാരി പോയി BEd ഒക്കെ എടുത്തു. പക്ഷേ ഐ ഡിഡ്ന്റ് ലെറ്റ് ഹർ ഡു ദാറ്റ്. കാരണം പുള്ളിക്കാരുടെ ഏരിയ അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത്ര നാൾ മ്യൂസിക്കാണ് പേഴ്സ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്, പിന്നെ ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? സെറ്റ് ബിക്കോസ് ഓഫ് മീ. അങ്ങനെയാണ് അത് വേണ്ട എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ടീച്ചിങ്ങിന് പോകുമ്പം നിങ്ങൾ അന്ന് ഹിന്ദിയാണെന്ന് തോന്നുന്നു. ഹിന്ദി പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരി ഒച്ച എടുക്കണം, അത് നിങ്ങളുടെ ശബ്ദത്തെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കരിയറിൽ നിന്ന് ടോട്ടലി മാറിപ്പോവും. ഇനി അഥവാ ടീച്ചിങ് ആണെങ്കിൽ ഇപ്പം ഹിന്ദുസ്ഥാനിയാണ്, അപ്പോൾ അത് പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഇതുണ്ട്. സോ അങ്ങനെ. പക്ഷേ എന്നാലും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൻഡ് ഇപ്പം പുള്ളിക്കാരിയും പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വിച്ച് ഇസ് നൈസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതായത് ഒരു മെൻ്റൽ സപ്പോർട്ട്. അതല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ്. ഓൺ എ പേഴ്സണൽ നോട്ട് പറയുകയാണെങ്കിൽ വാട്ട് വുഡ് സക്സസ് ബി ടു യു? ഈ കരിയറിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണോ, അതോ വേറെ എന്തെങ്കിലും ഒരു ഡീപ്പർ മീനിങ് ഉണ്ടാവോ സഞ്ജയേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ? സക്സസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്സും ഒരു കണ്ടെൻമെൻറ്റും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സക്സസ് മാറ്റേഴ്സ്. കാരണം സക്സസ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് ഡെവിൽസ്. സക്സസ് ഒറ്റയ്ക്കല്ലേ വരിക. സക്സസ് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് സക്സസ് വരുന്നത്. അപ്പം സക്സസ് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ. സക്സസ് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ താഴെ പോകും. അപ്പം ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. സക്സസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ സക്സസിൻ്റെ സുഖം അത് മാത്രമല്ല, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഐ എൻജോയ് മൈ ഫാദർഹുഡ്. ഞാനതൊരു വലിയ സക്സസ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. മൈ കിഡ്സ്. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സിൽ 2 അച്ചീവ്മെൻ്റാണ് എൻ്റെ 2 മക്കൾ. സോ അത് വേറൊരു ഹാപ്പിനെസ്സാണ്. അത് ആർക്കും ഒന്നും എടുത്തുകൊണ്ട് പോകാനോ ഒന്നും ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല. അത് ദാറ്റ്സ് ദെയർ. പിന്നെ ഈ പറയുന്ന സിനിമകളുടെ സക്സസ് ദാറ്റ് ഹാപ്പൻസ്. അത് കഴിയുമ്പോൾ അഗെയിൻ ഒരു വാക്യൂം വരും. വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പോൾ അഗെയിൻ നമ്മളൊന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള സംഭവങ്ങൾ വരും. അതൊരു അപ്സ് ആൻഡ് ഡൗൺസ്. അത് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്ന കാര്യമില്ല. നമ്മുടെ ലേണിംഗ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ആൻഡ് തിങ്സ് വിൽ ഹാപ്പൻ. നമ്മൾ ഒരു ദിവസം ഇപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിനാണ് ഞാൻ കൂടുതലും ഇത് ഡൗൺസിനെ വേണമല്ലോ, അല്ല? യു ഹാവ് ടു റിസീവ് ദാറ്റ്, ആ ഒരു റിസെപ്റ്റീവ്നെസ് വേണം. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്? സക്സസ് മാത്രം കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല. അപ്പം എന്ന് വെച്ചാൽ ഫെയിലിയർ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഇതിൻ്റെ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പൊയ്ക്കൊണ്ടിരിക്കും. ആ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും. അപ്പോൾ എനിക്കത് എപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. എനിക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചേട്ടന് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനും പറ്റുന്നത്. രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കാണുന്നുണ്ട്, ഫെയിൽ ആണെങ്കിലും സക്സസ് ആണെങ്കിലും, അല്ലേ? ഡെഫിനറ്റ്ലി. ആ ഒരു ഗ്ലോറിഫൈഡ് ലൈഫ് എൻ്റെ തലയിലേക്ക് അങ്ങനെ പോകാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ ഒരു സമയം കഴിയാൻ എനിക്ക് അങ്ങനെ അത് പറ്റില്ല. ബിക്കോസ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പം ഒരുപാട് നമ്മളെ ആൾക്കാർ ഇപ്പം നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് ചിലപ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ. കാരണം നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാനാണ്? താങ്ക് യു എന്നല്ലാതെ ചിലപ്പോൾ നമുക്കൊരു വാക്കേ നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ 1000 Babies ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക്
പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എൻ്റെ റെസ്പോൺസ് ഭയങ്കര കോൾഡായി പോയോ, ഞാൻ അവരോട് ഞാൻ അവരെന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഞാനതിനെ മര്യാദയ്ക്ക് ചെയ്തില്ലേ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്ത് പറയും, ഇനി ഇതിക്കുള്ളിൽ ഞാൻ എന്ത് പറയണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഗ്രൗണ്ടഡ് ആവുക എന്നുള്ളത് അതൊന്നൊരു ചോയ്സ് കൊണ്ട് എടുക്കുന്ന ഒന്നുമല്ല. ജസ്റ്റ് ബീയിങ് യുവർ സെൽഫ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പം ഏത് സമയത്തും അതിനെ നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ സക്സസ്സോ നമ്മളെ ബാധിക്കാതെ കഴിവതും നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ അപ്പം നമ്മുടെ ലൈഫ് ഭീകരമായിട്ടുള്ള ചേഞ്ചൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്ന് പെട്ടുപോവുക, എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ അത് ഹാൻഡിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമകൾ വരുമ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, സൺ ചേട്ടൻ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. ഈവൻ ഇഫ് യു ഡോണ്ട് ടോക്ക്, നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. അതായത് എന്തെങ്കിലും മാനറിസം ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്ത് വെക്കും. ഇസ് ഇറ്റ് സെൽഫ് ഇംപ്രവൈസേഷൻ ആണോ അതോ ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണോ, ഓർ ഡു യു പ്രിപ്പയർ വെൻ യു ഗെറ്റ് ദ സ്ക്രിപ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, അങ്ങനെ അല്ല ഡെഫിനറ്റ്ലി എനിക്കറിയില്ല അങ്ങനൊന്നും. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ സിനിമകൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഭയങ്കര ഭയങ്കര ഓക്വേർഡ്നെസ് തോന്നുന്നു. അത് ശരിയായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്താണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇന്ന് നമ്മളിപ്പോൾ ഞങ്ങൾ ചെയ്തൊരു സിനിമ ഇപ്പം OTT സൈനയിൽ ഇങ്ങനെ ഞാനും പ്രശാന്തേട്ടനുണ്ട്. അപ്പോൾ പ്രശാന്തേട്ടനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പ്രശാന്തനോട് ഭയങ്കര അത് കൊള്ളായിരുന്നെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ സീൻ വരുമ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കുക ഇങ്ങനെ എന്താ. അപ്പം നമുക്കൊരു ഓക്വേർഡ്നെസ് തോന്നും അത് സ്ക്രീനിൽ വരുമ്പോഴും. അത് അങ്ങനെയാണെന്നാണ് പലരും പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ. അത് പലർക്കും അങ്ങനെ തോന്നും, നമ്മൾ ചെയ്ത വർക്ക് അത് പോരാ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല. 1000 Babies ചെയ്തപ്പം ഒരു പരിധി വരെ എനിക്കത് കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ ബീയിങ് ഇൻ ദ സീൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളുടെ എന്താണ് അതിനകത്തൊരു റോള് എന്ന് പറഞ്ഞ് എന്താണ് നമ്മളതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില സീനിൽ നമുക്ക് ഒന്നും പറയാനില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടും എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടും ഒരു ആക്ടർ ചെയ്യേണ്ടത് ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മറ്റ് പരിപാടികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. This episode of Correct You with Sarina is brought to you by Miller Golden Diamonds, crafting elegance in every piece. Visit their collections to experience jewelry that celebrates the art of luxury. Okay, എന്നാ പിന്നെ നമുക്കൊരു കുട്ടി ഗെയിം, ഒരു റാപ്പിഡ് ഫയർ. വെരി സിമ്പിൾ. ഓക്കെ, വാട്ട് വാസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് സീൻ യു ഹവ് പ്ലേഡ്? 1000 Babiesലെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ടാണ്, ഒരു നൂഡ് സീൻ പോവുക എന്നുള്ളതായിരുന്നു. ഞാനതൊരു സെക്കൻഡ്. പക്ഷേ എൻ്റെ അടുത്ത് നജീമിക്ക ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നജീമിക്ക അത് വേണോ ചോദിച്ചു. പറഞ്ഞു അതുകൊണ്ട് നല്ല അത് വേണം, അത് ഇയാളെ എങ്ങനെ, കാരണം ഇയാളൊരു ബേബി ആയിട്ടാണ് കാണിക്കുന്നത്. ഇയാളൊരു ബേബി, ആ അമ്മയുടെ ഒരു ബേബിയാണ് അയാൾ, ഹൂസ് ഗ്രോൺ അപ്പ്. അപ്പോൾ അതാണ് ആ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ അയാൾ ആക്ച്വലി അവിടെ ഫോണിലിരുന്ന് അയാൾ കാണുന്നത് പോൺ കാണുകയാണ്. പക്ഷേ അയാളൊരു ബേബിയാണ്, അമ്മയുടെ അടുത്ത് ഇപ്പോഴും കുഞ്ഞു മോനാണ്. പക്ഷേ അപ്പോൾ അത് അയാളെ ആ ജനിച്ച പടുതിയിൽ കാണിക്കുക എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ അതാണൊരു വളരെ മോശം ഒരു ബാത്റൂമും. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ബാത്റൂം വൃത്തിയാക്കി തരുന്നത്. അപ്പോൾ ബാത്റൂം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒരു അതിൻ്റെ മുകളിലൊരു ബേസൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഇത്രയുള്ളൊരു തുണി കിട്ടി കവർ ചെയ്യാൻ. ഒരു 1.5 അടി 1-2 അടി നീളമുള്ളൊരു തുണി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് ഇംപ്രവൈസേഷൻ ചെയ്ത് ഏതെങ്കിലും സീനുണ്ടോ ഓർമ്മയിൽ? അത് എനിക്കൊന്ന് ഞാനും ബാസിയും സിജുവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിവെയർ ഓഫ് ഡോഗ്സ് സിനിമ ചെയ്തിരുന്നു. അതിൽ കുറേ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സീൻസൊക്കെ അത് ഭയങ്കര രസമാണത്. നമ്മൾ ചിലത് അങ്ങനെ ഒറ്റ ഷോട്ടിലൊക്കെ പോകുന്ന കൈൻഡ് ഓഫ് സീനുകളുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു 4 സംഘത്തിലും അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ഭയങ്കര ഒറ്റ ഷോട്ടിൽ അങ്ങനെ പോകും. ആ ഒരു സമയത്ത് അവിടെ ഫുള്ള് പ്ലേ ചെയ്ത് അങ്ങനെ പോകുന്ന സീൻ അത് ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര എനർജിയാണ് നമുക്കത് ചെയ്യാൻ. ഭയങ്കര ചലഞ്ചാണ്, എന്നാൽ ഭയങ്കര രസമാണ്. നീക്കോ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഡയലോഗ്സ് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തും അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഓണർഷിപ്പ് വരും. അപ്പോൾ അവർക്ക് നന്നാക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ചില ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരത് വെളിയിൽ നിന്ന് മാക്സിമം കൊണ്ടുവരാനുള്ളൊരു ഹെൽപ്പും അതാണല്ലോ. ഇവരൊന്ന് ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ അഴിച്ചു വിടുക എന്നുള്ളത്. അപ്പോൾ അവരത് ചെയ്യും, ഇന്നതാണ് സംഭവം, പക്ഷേ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും പറയാം അവിടെ നിന്ന് വെച്ചിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാൾ നല്ലൊരു സാധനം പറയും, അപ്പോൾ ഇയാൾക്ക് നല്ലതും പറഞ്ഞേ പറ്റൂ. അതിനെ
അതുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ അപ്പോൾ അതിന് നല്ല നല്ല കൗണ്ടറുകൾ വന്ന് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ വരും വരും അല്ലേ? അപ്പോൾ അത് ഭയങ്കര സീൻ ഭയങ്കര രസമായിട്ട് വർക്ക് ആവും. നെക്സ്റ്റ്, ഹൂ ഇസ് യുവർ ഡ്രീം കോ സ്റ്റാർ? എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഈ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുക, ഞാൻ ഒരു സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ഞാൻ ചെയ്തത് ലാലേട്ടനോട് മാത്രം ഞാൻ പോയി ചെയ്തതാണ്. പക്ഷേ എനിക്ക് കോമൺ സീൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവരോട് അഭിനയിക്കുക എന്നുള്ളത്. ഓക്കെ, ഫേവറേറ്റ് ജോണർ ഓഫ് മൂവി ടു വാച്ച് ആസ് എൻ ഓഡിയൻസ്? ത്രില്ലർ, മിസ്റ്ററി, ത്രില്ലർ, എനി ഡേ. ഞാനിപ്പോൾ അതിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ആണല്ലേ? വേറെ ഒന്നും കാണുന്നില്ല. ത്രില്ലറും മിസ്റ്ററിയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മറ്റേ യൂട്യൂബിൽ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ കേസ് ഡയറീസ് ഉണ്ട്, അപ്പോൾ അതിരുന്ന് കാണും. ഇപ്പോൾ ഞാൻ ജോർജ് ജോസഫ് സാറിൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുറ്റാന്വേഷണത്തിൻ്റെ മൂഡിലാണ് ഞാൻ എപ്പോഴും ഉള്ളത്. ഓക്കെ ഓക്കെ, മെമ്മറബിൾ ഫാൻ എൻകൗണ്ടർ? എനിക്ക് പണ്ട് പരിചയമുള്ള ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാനൊരു സിനിമയുടെ ഡബ്ബ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ബസ്സിൽ എന്നെ പരിചയപ്പെട്ട ഒരാളുണ്ട്. ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം എനിക്ക് ഏറ്റവും എനിക്കിഷ്ടമുള്ള ഒരു ഫാനാണ്. ഭയങ്കര സ്നേഹമുള്ളൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പാട്ടുകൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ എല്ലാ സിനിമാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പാട്ടുകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ. അപ്പോൾ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും. സ്നേഹിത എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സിന് പുള്ളി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി ഇടയ്ക്ക് ഇവിടെ എന്നെ വന്ന് കാണും. അദ്ദേഹം എനിക്ക് ഭയങ്കര എപ്പോഴും ഓർമ്മയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനി ആക്ടേഴ്സ് ഫ്രം ദ പാസ്റ്റ് യു വുഡ് ലവ് ടു വർക്ക് വിത്ത് മലയാളത്തിൽ? ഫ്രം ദ പാസ്റ്റ്, ഇപ്പോൾ ഇല്ലാത്ത ആക്ടേഴ്സ്? നമ്മുടെ പഴയ ഇപ്പം മരിച്ചുപോയ ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും. ഇപ്പോൾ ലൈക്ക് ഇന്നലെ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആക്ടർ ഇപ്പം ആക്ടർ മുരളി, ജഗതി ശ്രീകുമാർ, തിലകൻ സാർ, അപ്പം ഇവരോടും നമുക്ക് ഒന്നും ഷെയർ ചെയ്യാനൊന്നുമുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്നിങ്ങനെ തോന്നി. ഇപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ ഇത്രയും പേര് ഇവരാരും ഇല്ലല്ലേ, അപ്പോൾ ഇവരാരുമായിട്ടൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകും. അയ്യോ, അത് മിസ് ചെയ്തു പോയല്ലോ. നമ്മൾ ആ സമയത്ത് സിനിമയിൽ വന്ന സമയത്ത് എന്നുള്ള അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ പല ആൾക്കാരും പോയപ്പോൾ അത് പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും. ബെസ്റ്റ് അഡ്വൈസ് യു ഹവ് റിസീവ്ഡ് അബൌട്ട് ആക്ടിങ്? ബി റിസെപ്റ്റീവ് എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടതും ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഒരു കോ ആക്ടർ പറഞ്ഞാണ് അദ്ദേഹം, സഞ്ജു നീ ഭയങ്കര റിസെപ്റ്റീവാണ്. അത് നീ എത്രത്തോളം നീ അങ്ങനെ കൊണ്ടുപോകുന്നു, എത്രത്തോളം നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നു, ആസ് എൻ ആക്ടർ നീ വളരും എന്നെടുത്ത് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്. അപ്പം അത് എനിക്ക് അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടെന്ന് മാത്രമല്ല, ഞാനത് കഴിവതും ഞാൻ ഈ പറയുന്ന ആളുകൾ നമ്മളെ പ്രൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ അതിന് കോംപ്ലിമെൻറ്റ്സ് തരുന്ന സമയത്തും ഞാൻ ചോദിക്കുന്ന പ്രശ്നം എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എവിടെയെങ്കിലും ചില സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെന്ന്, ആ സ്ഥലത്ത് പ്രശ്നം, കാരണം അത് എനിക്കറിയാം, ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതുകൊണ്ടാണ്. നമ്മളല്ലാതെ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങളും സിനിമയിൽ ചെയ്യുന്നത് ഒരു പകുതി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും പകുതിയിലേറെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും. അതാണ് ചില ആൾക്കാർ പറയും, അത് നിങ്ങൾ ഗംഭീരമാണ്, ആ ഒരു സാധനം ഇങ്ങനെ നോക്കിയില്ല, നമ്മളറിയാതെ ഇതായിരിക്കും ആ ഒരു സമയത്ത്. കാരണം നമ്മൾ വേറൊരു മൂഡിലും ഇതൊക്കെ നമ്മളറിയാതെ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ചിലപ്പോൾ സിനിമയിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളീ കുറ്റങ്ങളും നമ്മളെ കുറവുകളും കേൾക്കാനും വില്ലിങ് ആണെങ്കിൽ അടിപൊളിയായിട്ടത് ലൈക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ലാസ്റ്റ് വൺ, ഇഫ് നോട്ട് ആക്ടിങ് വാട്ട് വുഡ് യു ബി ഡൂയിങ്? എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്പോർട്സ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോണ്ടഡ് ടു ബി എ ക്രിക്കറ്റർ. പക്ഷേ അത് നമ്മളിങ്ങനെ ഇപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ എനിക്കൊന്ന് ഇവിടെ എൻഡ് അപ്പ് ഡൂയിങ് ബിസിനസ്. കാരണം ഞാൻ പഠിച്ചതും അതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണത് അത് ചെയ്യാനും. അപ്പോൾ സിനിമ അല്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷേ ഐ വുഡന്റ് ഹാവ് ബീൻ ഹാപ്പി ഡൂയിങ് ഇറ്റ്. കാരണം ഐ ഡോണ്ട് വോണ്ട് മിസ്സസ്.
എനി ചാൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈസി ആയിരുന്നല്ലോ. ഒരിക്കലും ആക്ടിങ് നിർത്തരുത്, അത് മാത്രം നമുക്ക് പറയാനുള്ളൂ. അതും അതിൻ്റെ ഒരു ആക്ടർ പറയാം, നമ്മൾ ഇതൊരു ലോങ് ജേണിയാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കണം. അത് നമ്മൾ എന്ന് നിർത്തുന്നു, ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ചിലപ്പോൾ ദ ഗുഡ് തിങ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് നമ്മൾ വിട്ട് പോകുമ്പോൾ പല ആൾക്കാരും പിന്നെ പലരും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. ആ മൊമെൻ്റ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. ആ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സംഭവം, ഒരു ചോയ്സ്, ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പം ഞാൻ ഇഫ് നോട്ട് സിനിമ എന്ന് പറയുന്നൊരു സംഭവത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. ഞാനത് ഇറ്റ്സ് ഓൺലി സിനിമ തന്നെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഞാനത് പലരും പറഞ്ഞിട്ടുണ്ട്, സിനിമ അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് ദിസ്. അപ്പോൾ അത് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്, ഇതൊരു ലോങ് റണ്ണാണ്, ഇറ്റ്സ് എ മാരത്തോൺ. അപ്പം കീപ് ഗോയിങ്. അത് നമ്മളുടെ ഇത് ഓണസ്റ്റ് ആൻഡ് ഇഫ് യു ആർ റിയൽ ടു ഇറ്റ്, ഭയങ്കര സിൻസിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ അത് വെച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഡു നോട്ട് ഗിവ് അപ്പ് ഓൺ സിനിമ. വി വാണ്ട് ടു സീ എ ലോട്ട് മോർ മൂവീസ് ഫ്രം യു. താങ്ക് യു സോ മച്ച്. I'll do Hope you enjoyed the show. Yeah, very much. And also the Kadak chai. Anyways, thank you so much for coming to the show. Thank you. ഒരുപാട് മൂവീസ് വരട്ടെ. വെയിറ്റിംഗ് ടു സീ എ ലോട്ട് ഓഫ് ഗുഡ് പ്രോജക്ട്സ് ദിസ് ഇയർ ഫ്രം യു. Thank you so അപ്പം much. ഓൾ ദി ബെസ്റ്റ്. Yeah, thank you. അങ്ങനെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും